വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പരീക്ഷാകാലമാണ്. എന്നാൽ പരീക്ഷാ സംവിധാനത്തെ ആകെ അട്ടിമറിക്കുന്ന ചില ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വിദ്യാർത്ഥികളെ കോപ്പിയടിക്കാൻ സഹായിക്കുന്ന ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുവെന്നാണ് 24 അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളത്. വാട്സാപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോമുകളിലാണ് കോപ്പി വിതരണം ചെയ്യുന്ന ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത്. അത്തരമൊരു ഗ്രൂപ്പിൽ ഞങ്ങളും ജോയിൻ ചെയ്തു. 100 കണക്കിന് അംഗങ്ങളുള്ള ഗ്രൂപ്പാണിത്. ഇന്ന് ബയോളജി പരീക്ഷയാണെങ്കിൽ 2 ദിവസം മുൻപ് തന്നെ കോപ്പികൾ വന്നു തുടങ്ങും. പരീക്ഷയ്ക്ക് കൂടുതൽ വരാൻ സാധ്യതയുള്ള ചോദ്യോത്തരമാണെങ്കിൽ പണം നൽകണം. ടെലഗ്രാമിൽ വന്ന സന്ദേശമാണിത്. ചോദിച്ചിട്ടുണ്ട്, പ്രിന്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിന്റിന് ആവശ്യമുള്ള എല്ലാവരും SLC അതുപോലെ സയൻസ്, കൊമേഴ്സ്, +1 ആവശ്യമുള്ളവരെല്ലാവരും റേറ്റ് 200 എല്ലാ സബിനും. അപ്പോൾ ആവശ്യമുള്ളവർ താല്പര്യമുള്ളവർ ഞാൻ QR കോഡ് ഇടും, അതിക്ക് പൈസ അയക്കാൻ നേരെ മെസ്സേജ് അയക്കാം. എന്നാൽ അപ്പോൾ പ്രിന്റ് തരാം കേട്ടോ. ഗ്രൂപ്പുകൾ വിതരണം ചെയ്യുന്ന കോപ്പികൾ പ്രിന്റ് എടുത്തതാണിത്. മൈക്രോ ലെവലിലാണ് എഴുത്തുകൾ ഉള്ളത്. ഇവ കൃത്യമായി കട്ട് ചെയ്ത് വസ്ത്രത്തിലോ ശരീരത്തിലോ ഒളിപ്പിച്ചാണ് കുട്ടികൾ പരീക്ഷാ ഹാളിലേക്ക് എത്തുക. അവർക്ക് പണം വാങ്ങിക്കൊണ്ട്, കുട്ടികളിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് അവർ ഇത്തരത്തിലുള്ള മൈക്രോ ലെവൽ ഉത്തരങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്ന ഏജൻസികൾ കൂടിയുണ്ട്. അത് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും അതിൻ്റെ ആഴം വളരെ വലുതാണ്. ഇത്തരത്തിലുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ 24 അടക്കമുള്ള ഇത്തരത്തിലുള്ള സാമൂഹിക മാധ്യമങ്ങൾ അതിന് ഉയർത്തി കാണിക്കുന്നു എന്നത് ഏറെ അഭിനന്ദനാർഹമാണ്, ഏറെ ശ്രദ്ധേയമാണ്. എന്നാൽ ഗ്രൂപ്പ് അഡ്മിന്മാരുടെ തടിതപ്പൽ ഐഡിയ ഇങ്ങനെ: കോപ്പികൾ അയക്കുന്നതോടൊപ്പം പഠന മെറ്റീരിയൽ ദുരുപയോഗം ചെയ്യരുത് എന്നാണ് മുന്നറിയിപ്പ്. കോപ്പിയടി ഒരു പുതിയ കാര്യമല്ല. പക്ഷേ ഇതിനായി കൃത്യമായ ഇടപെടലിലൂടെ ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്. വിദ്യാഭ്യാസ നിലവാരത്തെ തന്നെ അട്ടിമറിക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾക്ക് കടിഞ്ഞാണിടേണ്ടതുണ്ട്.